2000 രൂപയ്ക്കകത്ത് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് IEMs ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ടാങ്സു വാണർ ST, രണ്ടെന്ന് പറയുന്നത് ഫിയോ JD, 1 എന്ന് പറയുന്ന മോഡലും പിന്നെ നമ്മുടെ 7 Hz സാൽനോട്ട് 0 എന്ന് പറയുന്ന ഒരു 3 IEMs ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ 3 IEMസും 2000 രൂപയ്ക്കകത്ത് മേടിക്കാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്ട്സ് ആണ്. ഇതിൽ ഏതൊക്കെ യൂസേഴ്സിന് വേണ്ടതെന്ന് ഞാൻ ഇതിൽ പറഞ്ഞുതരാം. കാരണം ഓരോന്നും അതിൻ്റേതായിട്ടുള്ള കാറ്റഗറിയിൽ വളരെ നല്ല IEMs തന്നെയാണ്. ഇതിൽ മൂന്നിൽ ഏത് മേടിച്ചാലും നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യത്തെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രോഡക്റ്റ്, അതാണ് ടാങ്സു വാണർ ST. അപ്പോൾ ഈ ടാങ്സു വാണർ STയുടെ സ്റ്റുഡിയോ വെർഷൻ വരുന്നുണ്ട്, നോർമൽ വെർഷനും വരുന്നുണ്ട്, അതുപോലെ തന്നെ വാണർ STയുടെ സെക്കൻഡും വരുന്നുണ്ട്. സോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാണർ STയുടെ നോർമൽ വേരിയൻ്റ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഹെഡ്ഫോൺ സോണിൻ്റെ കൊളാബിൽ വരുന്ന ഒരു യൂണിറ്റ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ടാങ്സു വാണർ ST നോർമൽ വേരിയൻറ്റും ഈ ഒരു ഹെഡ്ഫോൺ സോൺ വേരിയൻറ്റുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കളറിലും ഡിസൈനിങ്ങിലും മാത്രമേ ചേഞ്ച് ഉള്ളൂ. സൗണ്ട് ക്വാളിറ്റി എക്സാക്ട്ലി സെയിം ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, എവിടെയാണോ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്നത് അവിടെ നിന്ന് മേടിക്കുന്ന ഏറ്റവും ബെറ്റർ. ഇതിന്റെ ബോക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബോക്സ് ആണ്. ആൻഡ് ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല ഗ്ലോസി ബോഡിയിലാണ് വരുന്നത്. അതിനകത്ത് ഗോൾഡൻ ഇൻസേർട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഹെഡ്ഫോൺ സോണിന്റെ കൊളാബിൽ വരുന്നതുകൊണ്ട് തന്നെ ഹെഡ്ഫോൺ സോണിന്റെ ലോഗോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ വേരിയന്റ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പാറ്റേൺ ചേഞ്ച് അല്ലാതെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഇല്ല. ആൻഡ് ഇതിന്റെ കേസ് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ റെസിൻ ആണ്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് ഇതിന്റെ സൗണ്ട് സ്റ്റേജിനെ പറ്റി പറയാനാണെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആണ് നമുക്ക് ഈ ഒരു ടാങ്സു വാണർ എന്ന് കാണാൻ പറ്റുന്നത്. അതിപ്പോൾ ബേസ് ആണെങ്കിലും അത്യാവശ്യമുണ്ട് എന്ന് ഓവർ പവേർഡ് അല്ല. ആൻഡ് ആ ഒരു ബേസ് ടു വോക്കൽ ട്രാൻസിഷൻ എന്ന് പറയുന്നതും വളരെ സ്മൂത്ത് ആണ്. അവിടെ വേറെ ഒരു ഇഷ്യൂസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോൾ ട്രബിൾ സെൻസിറ്റീവ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു IEM ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ വളരെ ഷാർപ്പായിട്ടൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നാൽ നിങ്ങൾ നല്ല ബേസ് ഹെവി ആയിട്ടുള്ള ഒരു IEM ആണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു IEM ഒരിക്കലും നിങ്ങൾക്കുള്ളതല്ല. ഇത് അത്രമാത്രം ബേസ് ഓവർലോഡൊന്നും അല്ല, അത്യാവശ്യത്തിന് ബേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എനിക്കിതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഇതിൽ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ വോയിസ് ആണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ 2000 റുപ്പീസിനകത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് IEM ആണ് നമ്മുടെ ടാങ്സു വാണർ ST എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ കൂടെ കിട്ടുന്ന കേബിളിന്റെ ക്വാളിറ്റി അത്രമാത്രം സുപ്പീരിയർ അല്ല. ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള ഒരു കേബിൾ ആണ് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ കംഫർട്ട് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുറെ നേരം യൂസ് ചെയ്താൽ പോലും നമ്മുടെ ചെവി വേദന എടുക്കുന്ന ഒരു ഇഷ്യൂ ഒന്നും ഞാൻ ഇതിൽ നോട്ടീസ് ചെയ്തിട്ടില്ല. ആൻഡ് ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ IEMും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആപ്പിൾ മ്യൂസിക് എന്ന് പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്താണ്. ആപ്പിൾ മ്യൂസിക് എന്തുകൊണ്ട് യൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ലോസ്ലെസ് ഓഡിയോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു IEMന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ലോസ്ലെസ് ഓഡിയോ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ സ്പോട്ടിഫൈയിൽ മ്യൂസിക് കേൾക്കാനാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഡിഫറൻസ് നല്ലോണം നോട്ടീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ IEMs ഒക്കെ മേടിക്കാൻ പോകുന്നുണ്ട് ഒരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിൾ മ്യൂസിക് പോലത്തെ പ്ലാറ്റ്ഫോംസിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. സ്പോട്ടിഫൈ, യൂട്യൂബ് മ്യൂസിക്കിലൊന്നും നമുക്ക് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ആപ്പിൾ മ്യൂസിക് പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫോണിലൊന്നും ഇപ്പം 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡാക്ക് മേടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന IEMസിൻ്റെ എല്ലാം DSP വേരിയൻറ്റ് കിട്ടും, അതായത് ഈ ടൈപ്പ് C പോർട്ട് വരുന്ന വേരിയൻസും അവൈലബിൾ ആണ്. പക്ഷെ ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും 3.5mm ജാക്കുള്ള IEMs തന്നെ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ കൂടെ നല്ലൊരു ഡാക്ക് മേടിക്കുക. പിന്നെയാണ് 7 Hzന്റെ സാൽനോട്ട് 0 എന്ന് പറയുന്ന IEM ഉണ്ട്. ആൻഡ് ഇതും നമ്മുടെ ടാങ്സു വാണറും സെയിം പ്രൈസിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏത് മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ടാങ്സു വാണറാണ് കുറച്ചുകൂടെ ബെറ്റർ. ശരിയാണ്, നമ്മുടെ 7 Hz സാൽനോട്ട് 0 കേബിൾ നല്ലതാണ്, കുറച്ചുകൂടെ ബെറ്റർ ബിൽഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലൊരു മെറ്റൽ ഇൻസേർട്ട് ഒക്കെ കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടെ എനിക്ക് പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓവറോൾ സൗണ്ട് സ്റ്റേജിലാണ് എനിക്ക് ഇത് രണ്ടും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളത്. കാരണം സൗണ്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ടാങ്സു വാണറും നമ്മുടെ 7 Hz സാൽനോട്ട് 0 സെയിം ആണ്. എന്നാൽ എവിടെയാണ് വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പർ മിഡ്സിലും അല്ലെങ്കിൽ ആ ഒരു ഹൈസിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു 7 Hz സാൽനോട്ട് 0 കുറച്ചൊന്ന് ലാക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇന്നിയർ മോണിറ്റർ തന്നെയാണ് നമ്മുടെ 7 Hz സാൽനോട്ട് 0 എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെയും പുതിയ മോഡൽസ് ഒക്കെ ലോഞ്ച് ആയിട്ടുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു പ്രൈസിൽ എന്തായാലും ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് ടാങ്സു വാണർ ആണ്. ആൻഡ് ഇതിന്റെ സെക്കൻഡ് ജനറേഷനും അതുപോലെ തന്നെയാണ് വേറെയും കുറെ മോഡൽസ് ഒക്കെ ഈ ബ്രാൻഡ് ഇറക്കുന്നുണ്ട്. സോ അതൊക്കെ നോക്കുന്നതായിരിക്കും ബെറ്റർ. ഈ IEM യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യുക. ഇത് നല്ലൊരു IEM തന്നെയാണ്. ടാങ്സു വാണറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലാക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഫിയോന്റെ JD1 എന്ന് പറയുന്ന മോഡൽ. ഇത് ഹെഡ്ഫോൺസോണിന്റെ കൊളാബിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതും ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 1600 രൂപയാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ 1600 രൂപയ്ക്ക് നമുക്ക് മെറ്റൽ
ഔട്ടർ കേസിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ റെസിൻ ആണെങ്കിലും ഇതിന്റെ ഔട്ടർ കേസിംഗ് മെറ്റലിൽ വരുന്നതുകൊണ്ട് തന്നെ വളരെയധികം പ്രീമിയം ഫീൽ ഇത് തരുന്നുണ്ട്. മാത്രമല്ല നല്ലൊരു വെയിറ്റും ഇതിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് കംഫർട്ടിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. അതിലൊന്നും ഇഷ്യൂസ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. മെറ്റൽ ബോഡിയാണ്, വെയിറ്റ് കൂടുതലാണ്, അതൊന്നും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നോട്ടീസ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു മെറ്റൽ എന്ന് പറയുന്നത് ഗ്ലോസി ഫിനിഷാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നല്ല പ്രീമിയം ലുക്കിംഗ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം ഫീൽ ഇതിൽ ടോട്ടലി ഫീൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കേബിൾസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേബിൾസ് ആണ് ഈ ഒരു പ്രൈസ് പോയിന്റിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സൗണ്ട് നോക്കുകയാണെങ്കിൽ നല്ല ബേസ് ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബേസ് ഹെവിയാണ്, എന്നാൽ ബേസ് ഓവർ പവേർഡും അല്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ബേസ് ഇവിടെ കിട്ടുന്നുണ്ട്. എന്നാൽ ട്രബിൾ റീജിയനും നല്ല ബൂസ്റ്റ് ഉണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് വേണ്ടി ഇതൊരു കിടിലം പ്രോഡക്റ്റ് ആണ്. നല്ല രീതിയിൽ നമുക്ക് ഫുഡ് സ്റ്റെപ്സ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് സൗണ്ട് ക്വാളിറ്റി നോർമൽ മ്യൂസിക് കേൾക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു എന്താ പറയുക, ഒരു ബൂസ്റ്റും അല്ലെങ്കിൽ ഒരു ബേസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും. വോക്കൽസ് ഒക്കെ അങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തരുന്നത്. ടോട്ടലി പറയാനാണെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഓഡിയോ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റും തീർച്ചയായും ചെക്കൗട്ട് ചെയ്യാൻ നോക്കാവുന്നതാണ്. പിന്നെ FiiO JD1 ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊരു ഹിസ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത് മെയിൻ ആയിട്ട് ഇപ്പോൾ പാട്ടൊന്നും കേൾക്കുന്നില്ലെങ്കിലാണ് ആ ഒരു നോയ്സ് നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ആ ഒരു നെഗറ്റീവ് അല്ല, അത് മെയിൻ ആയിട്ട് വേറൊന്നും ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നല്ല പ്രോഡക്റ്റ് ആണ്. 1600 രൂപയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു റോക്ക് മ്യൂസിക് അല്ലെങ്കിൽ ഒരു ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ട്, നല്ല ബേസ് ഉള്ള മ്യൂസിക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ 3 IEMസിലും നമുക്ക് മൈക്ക് വരുന്നുണ്ട്. ആൻഡ് മൈക്കിന്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇതാണ് ടാങ്സു വാർണർ STയുടെ മൈക്ക് ക്വാളിറ്റി. സോ ഇങ്ങനത്തെ ക്ലാരിറ്റി ഒക്കെയാണ് നമുക്ക് ഇതിന്റെ മൈക്കിൽ കൂടെ കിട്ടുന്നത്. സോ ഇപ്പോൾ കേൾക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് നമ്മുടെ FiiO JD1ന്റെ മൈക്ക് ക്വാളിറ്റിയാണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ 7 Hz Salnode Zeroന്റെ മൈക്ക് ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.